പ്രശ്നം സോൾവ് ചെയ്താലോ? ഐഡന്റിറ്റി ഐഡന്റിഫൈ ട്രാൻസ്വേഴ്സ് ഓർ ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്. ഇതിൽ ഏതാണ് ട്രാൻസ്വേഴ്സ് വേവ്, ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് എന്ന് ഐഡന്റിഫൈ ചെയ്യുക. പാർട്ടിക്കിൾ ഇൻ ദ മീഡിയം വൈബ്രേറ്റ് പെർപെൻഡിക്കുലർ ടു ദ ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ. ഇതല്ലേ ഈ ഒരു വേവിനാണ് ഉദ്ദേശിക്കുന്നത്. പ്രൊപ്പഗേഷൻ ഇങ്ങോട്ടേക്കാണ്, പാർട്ടിക്കിൾ വൈബ്രേറ്റ് ചെയ്യുന്നത് നേരെ പെർപെൻഡിക്കുലർ. ഇതെന്ത് ടൈപ്പ് വേവ് ആണ്? ഇറ്റ് ഈസ് എ ട്രാൻസ്വേഴ്സ് വേവ്. നമുക്ക് ഇതിന് എന്ത് പറയാൻ പറ്റും? ഇറ്റ് ഈസ് എ ട്രാൻസ്വേഴ്സ് വേവ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കംപ്രഷൻ ആൻഡ് റെയർ ഫ്രാക്ഷൻ. നമ്മൾ കംപ്രഷൻ ആൻഡ് റെയർ ഫ്രാക്ഷൻ ഇതിലാണ് കണ്ടിട്ടുണ്ടായത്. കംപ്രഷൻ ആൻഡ് റെയർ ഫ്രാക്ഷൻ, ഇത് കംപ്രഷൻ, ഇത് റെയർ ഫ്രാക്ഷൻ. കംപ്രഷൻ ഇത് എന്ത് ടൈപ്പ് വേവ് ആണ്? മോളിക്യൂൾസ് ഇങ്ങനെയാണ് വൈബ്രേറ്റ് ചെയ്യുന്നത്, പ്രൊപ്പഗേഷൻ ഇങ്ങോട്ടേക്കാണ്. പാരലൽ ആയിട്ട് വരുന്നത് ആരാണ്? ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്. പാർട്ടിക്കിൾസ് ഇൻ ദ മീഡിയം വൈബ്രേറ്റ് പാരലൽ ടു ദ ഡയറക്ഷൻ ഓഫ് ദി വേവ്. പാരലൽ ഇതല്ലേ ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്. നോ പ്രഷർ വേരിയേഷൻ ഓക്കേഴ്സ്. നമ്മൾ പ്രഷർ വേരിയേഷൻ, കംപ്രഷനിൽ ഹൈ പ്രഷർ പറഞ്ഞു, റെയർ ഫ്രാക്ഷനിൽ ലോ പ്രഷർ പറഞ്ഞു. സോ ലോഞ്ചിറ്റ്യൂഡിനൽ വേവിൽ മാത്രമാണ് നമുക്ക് പ്രഷർ വേരിയേഷൻ കാണുന്നത്. ട്രാൻസ്വേഴ്സ് വേവ്സിൽ എന്ത് കാണുന്നില്ല? പ്രഷർ വേരിയേഷൻ കാണുന്നില്ല. സോ നോ പ്രഷർ വേരിയേഷൻ ആറിലാണ് ട്രാൻസ്വേഴ്സ് വേവ്. ഓക്കെ, ഇങ്ങനെയാണ് ഈ പ്രോബ്ലം സോൾവ് ചെയ്യുക. അതിന്റെ ഡെഫിനിഷൻ പഠിച്ചു വെച്ചാൽ മതി. ഓക്കെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ ആയിട്ട് വേവിന്റെ ക്യാരക്ടറിസ്റ്റിക്സിലെ ആംപ്ലിറ്റ്യൂഡ് പഠിച്ചു, ഫ്രീക്വൻസി പഠിച്ചു, പീരീഡ് പഠിച്ചു. നമുക്ക് പുതിയ രണ്ട് ക്യാരക്ടറിസ്റ്റിക്സും കൂടി പഠിക്കാനുണ്ട്, വേവ് ലെങ്ത് ആൻഡ് സ്പീഡ്. ഓക്കെ, ആംപ്ലിറ്റ്യൂഡിനെ നമ്മൾ സ്മോൾ എ എന്ന് കാണിക്കും, അതിന്റെ യൂണിറ്റ് വരെ മീറ്റർ എന്നാണെന്ന് പറഞ്ഞു. ഇതെന്ന് വെച്ചാൽ മാക്സിമം ഡിസ്പ്ലേസ്മെന്റിനെ പറയുന്നതാണ് എന്ത്? ആംപ്ലിറ്റ്യൂഡ്. സോ ഡിസ്പ്ലേസ്മെന്റ് എന്ന് വെച്ചാൽ ഒരു ലെങ്ത്, ഡിസ്റ്റൻസ് അല്ലേ, സോ അത് മീറ്ററിലാണ് കാണിക്കാം. ഓക്കെ, ഇനി ഫ്രീക്വൻസി എന്ന് പറയുന്നത് നമ്മൾ എഫ് എന്ന് ഡിനോട്ട് ചെയ്യും, അതിന്റെ യൂണിറ്റ് ഹെഡ്സ് ആണെന്ന് പറഞ്ഞു. ഫ്രീക്വൻസി എന്ന് വെച്ചാൽ എന്താണ്? ഒരു സെക്കൻഡിൽ നടക്കുന്ന ഓസിലേഷൻ, ആണ് എന്ത്? ഫ്രീക്വൻസി. ഓക്കെ, ഇനി പീരീഡിനെ നമ്മൾ എങ്ങനെ ഡിഫൈൻ ചെയ്തു? ടി എന്ന് കാണിച്ചു. പീരീഡ് സെക്കൻഡിലാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുക. ഒരു ഓസിലേഷൻ എടുക്കുന്ന സമയം, ടൈമാണ് എന്ത്? പീരീഡ്. ഇങ്ങനെ ഇത്രയും കാര്യങ്ങൾ ഡിഫൈൻ ചെയ്തു. ഇനി നമുക്ക് ഡിഫൈൻ ചെയ്യേണ്ട പ്രോപ്പർട്ടിയാണ് വേവ് ലെങ്ത്. വേവ് ലെങ്തിന് നമ്മൾ ലാംഡ എന്നാണ് കാണിക്കുക. ഓക്കെ, വേവ് ലെങ്തിന്റെ യൂണിറ്റ് വരെ മീറ്റർ. ഓക്കെ, ലാംഡ എന്ന് പറഞ്ഞൊരു ഡിസ്റ്റൻസ് ആണ്, അതെന്താണെന്ന് പറഞ്ഞുതരാം. ഒരു ഡിസ്റ്റൻസിനെയാണ് പറയുന്നത്. സോ ഇവിടെ നമ്മൾ ആംപ്ലിറ്റ്യൂഡും കണ്ടു. ആംപ്ലിറ്റ്യൂഡിന് തൊട്ടടുത്തായിട്ട് ഡിസ്പ്ലേസ്മെന്റ് എന്ന് കാണിച്ചിട്ടുണ്ടെങ്കിൽ, സോറി, മീറ്റർ കണ്ടല്ലേ, രണ്ട് യൂണിറ്റ് സെയിം ആണ്, മീറ്റർ. സോ ഒരു ഗ്രാഫിൽ മീറ്റർ കണ്ടിട്ട് അവിടെ ഡിസ്പ്ലേസ്മെന്റ് എന്നും കൂടി എഴുതിയില്ലെങ്കിൽ നമുക്ക് അത് കൺഫേം ചെയ്യാം? ആംപ്ലിറ്റ്യൂഡ് ആണെന്ന് കൺഫേം ചെയ്യാം. സോ അഥവാ ഒരു ഗ്രാഫിൽ മീറ്റർ വന്നിട്ട് അവിടെ ഡിസ്റ്റൻസ് എന്ന് കാണിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താന്ന് പറയാം? അത് വേവ് ലെങ്ത് ആണെന്ന് ഐഡന്റിഫൈ ചെയ്യും. കാരണം രണ്ടാളെയും യൂണിറ്റ് മീറ്ററിലാണ് വരുന്നത്. സോ കൺഫ്യൂഷൻ ഉണ്ടാവാൻ പാടില്ല. സോ സ്പീഡിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുക വി എന്നാണ്. സ്പീഡ് എന്ന് പറയുന്നത് മീറ്റർ പെർ സെക്കൻഡ് ആണ് വരാം. ഓക്കെ, നമുക്കിങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് വേവ് ലെങ്ത് എന്താണെന്ന് ഡിഫൈൻ ചെയ്യാം. വേവ് ലെങ്ത്, ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു കോൺസിക്യൂട്ടീവ് പാർട്ടിക്കിൾ ഇൻ ദ സെയിം ഫേസ് ഓഫ് വൈബ്രേഷൻ. സോ ഞാൻ ഇവിടെ 3 ഡെഫിനിഷൻ എഴുതിയിട്ടുണ്ട്. വേവ് ലെങ്തിനെ 3 രീതിയിൽ ഡിഫൈൻ ചെയ്യുന്നുണ്ട്. ഒന്നാമത്തെ ഡെഫിനിഷനെ ഞാൻ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നത് പറയാം. ഓക്കെ, ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു കോൺസിക്യൂട്ടീവ് പാർട്ടിക്കിൾ. ഇവിടെ നമ്മളൊരു പാർട്ടിക്കിൾ എടുത്തു. ഓക്കെ, കോൺസിക്യൂട്ടീവ് ആയിരിക്കണം. ഈ പാർട്ടിക്കിൾ വീണ്ടും തൊട്ടടുത്ത് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത് ഇവിടെയാണ് അല്ലേ. ഇതാണ് കോൺസിക്യൂട്ടീവ്. തൊട്ടടുത്തുള്ള സെയിം ഫേസ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇതാണ് അല്ലേ. ഈ ആൾക്കാർ രണ്ടാൾ സെയിം ഫേസിലുള്ളത്. വേറൊരു ഫേസ് നമുക്ക് ഇങ്ങനെ കാണിക്കാം. ഇയാളാണെങ്കിൽ ഇയാളെ സെയിം ഫേസിലുള്ള ആൾ എവിടെ ഉണ്ടാവുക? തൊട്ടിവിടെ. ഓക്കെ, അപ്പം സെയിം ഫേസിലുള്ള രണ്ട് പാർട്ടിക്കിൾസിൻ്റെ ഇടയിലുള്ള ഡിസ്റ്റൻസ് ഇവിടെ 0, 1, 2, 3 തന്നിട്ടുണ്ടെങ്കിൽ, സോ ഇവരെ ഇടയിലുള്ള ഡിസ്റ്റൻസ്, ഓർ നമുക്കെന്ത് പറയാം, ഇവരെ ഇടയിലുള്ള ഡിസ്റ്റൻസ്, താഴെ മീറ്റേഴ്സ് തന്നിട്ടുണ്ടാവും, അത് കാൽക്കുലേറ്റ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ലാംഡ കിട്ടും. അതാണ് ഫസ്റ്റ് ഡെഫിനിഷൻ ഉദ്ദേശിക്കുന്നത്. സെയിം ഫേസ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇതാണ്. ഓക്കെ, അതും കോൺസിക്യൂട്ടീവ് ആയിരിക്കണം. ഒരാൾ കഴിഞ്ഞിട്ട് തൊട്ടടുത്ത ആൾ സെയിം ഫേസിൽ വരുന്ന ആളെ നമ്മൾ നോക്കേണ്ടത്. ഓക്കെ, ഇനി ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു കോൺസിക്യൂട്ടീവ് ക്രസ്റ്റ്. അടുത്ത ഡെഫിനിഷൻ ഇങ്ങനെ ഡിഫൈൻ ചെയ്യുന്നുണ്ട്. ടു കോൺസിക്യൂട്ടീവ് ക്രസ്റ്റ് അല്ലെങ്കിൽ ടു കോൺസിക്യൂട്ടീവ് ട്രഫ് എന്ന് പറയുന്നുണ്ട്. ആദ്യത്തെ ക്രസ്റ്റ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത് ഇവിടെയാണ് അല്ലേ. ആദ്യത്തെ ക്രസ്റ്റ് ഇവിടെയാണ്.
തൊട്ടടുത്തുള്ള ക്രസ്റ്റ് എവിടെ വരുന്നത്? ഇവിടെ. സോ രണ്ട് ക്രസ്റ്റിൻ്റെ ഇടയിലുള്ള ഡിസ്റ്റൻസ് ഇതാണ് ലാംഡ. അല്ലെങ്കിൽ രണ്ട് ട്രഫിൻ്റെ ഇടയിലുള്ള ഡിസ്റ്റൻസ് ഇതാണ് എന്ത്? ലാംഡ. ഓക്കെ, ഒന്നെങ്കിൽ കോൺസിക്യൂട്ടീവ് ക്രസ്റ്റ്. ഒരിക്കലും ഇവരിടയിലെ ഡിസ്റ്റൻസ് എടുക്കാൻ പാടില്ല കേട്ടോ, ബിക്കോസ് ഇത് കോൺസിക്യൂട്ടീവ് അല്ല. ഇയാൾ കഴിഞ്ഞിട്ട് തൊട്ടടുത്ത ക്രസ്റ്റ് ഇതാണ്, ഇത് കോൺസിക്യൂട്ടീവ് ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റില്ല. ഓക്കെ, ഇനി അടുത്ത ഡെഫിനിഷൻ ഒന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ട്രാവൽ ടു കംപ്ലീറ്റ് വൺ ഓസിലേഷൻ. അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഇത് 0, ഒരു വേവ് ട്രാവൽ ചെയ്തിട്ട് ഇതല്ല ഒരു ഓസിലേഷൻ എന്ന് പറയുന്നത്. 1, ഇത് 2 ആണെന്ന് വിചാരിക്കുക, മീറ്റേഴ്സ്. സോ ഒരു ഓസിലേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ ഇങ്ങനെ മേലേക്ക് പോയി താഴേക്ക് പോയി തിരിച്ച് തുടങ്ങിയെടുത്ത് തിരിച്ചെത്തുമ്പോഴാണ് ഒരു ഓസിലേഷൻ കംപ്ലീറ്റ് ആവുക. അപ്പോൾ ഒരു ഓസിലേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്ന ഡിസ്റ്റൻസിനെ നമുക്ക് എന്ത് വിളിക്കാം? ലാംഡ ഈസ് ഈക്വൽ ടു 2 മീറ്റേഴ്സ് എന്ന് പറയാം. ഓക്കെ, ഇവിടെ ലാംഡ നമുക്ക് എന്ത് പറയാം? ഇവിടെ ഫോർ എക്സാമ്പിൾ 0, 1, 2, 3, 4, 5, 6, 7 ആണെന്ന് വിചാരിക്കാം. സോ ഇവിടെ നമുക്ക് ക്രസ്റ്റ് വെച്ചിട്ട് എങ്ങനെ പറയാം? ലാംഡ 0 അല്ലേ? സോറി, ഇവിടെ 1 എന്നാ സ്റ്റാർട്ട് ചെയ്യുന്നത്. 1, 2, 5 എത്ര വരാ? 1 to 5 എന്ന് പറയുമ്പോൾ 1, 2, 3, 4 മീറ്റേഴ്സ് ആണ് വരാം. ക്രസ്റ്റ് വെച്ച് നമ്മൾ നോക്കുന്ന സമയത്ത് ലാംഡ ക്രസ്റ്റ് വെച്ച് നോക്കിയാലും ട്രഫ് വെച്ച് നോക്കിയാലും സെയിം തന്നെ കിട്ടണം. നമുക്കിനി ട്രഫ് വെച്ചിട്ട് ലാംഡ വാല്യൂ എത്ര കിട്ടും നോക്കാം. 3 എന്നാ സ്റ്റാർട്ട് ചെയ്യുന്നത്. 3 എന്നാ സ്റ്റാർട്ട് ചെയ്ത് 3 to 6 അല്ലേ? സോ 1, 2, 3, 4 മീറ്റേഴ്സ്. സോറി, 3 to 7 ആണ്. 7, 6 ഇതാണ് 6, ഇത് 7, ഇതല്ലേ ഇവിടെ അല്ലേ വരാം. സോ 3 to 7, 4 മീറ്റേഴ്സ്. ഓക്കെ, ഇവിടെ എങ്ങനെയാ? സെയിം ഫേസ് ഇവിടെ ഒരു 2.5 വാല്യൂ ആയിട്ട് തന്നിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഇവിടുന്ന് ഇവിടെ 2.5 കിട്ടിയിട്ടുണ്ട്, ഇവിടെ 2 കിട്ടിയിട്ടുണ്ട്. നമുക്ക് ലാംഡ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് 2 - 0.5 ചെയ്താൽ മതി. ലാംഡ ഈസ് ഈക്വൽ ടു 1.5 മീറ്റേഴ്സ്. ഓക്കെ, നമുക്ക് ഗ്രാഫിൽ തന്നിരിക്കുന്ന വാല്യൂ അനുസരിച്ച് ലാംഡ കണ്ടുപിടിക്കണം. 3 ഡെഫിനിഷൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് അപ്ലൈ ചെയ്യാം. ബെറ്റർ ഓപ്ഷൻ ആയിട്ട് എനിക്ക് ഇതാ തോന്നിയിട്ടുള്ളത്. ഞാൻ മോസ്റ്റ് ഓഫ് ദി ടൈം ഈ ഒരു 1 ഓസിലേഷൻ എത്ര ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യുന്നുണ്ട് നോക്കിയാൽ എനിക്ക് മനസ്സിലാവാറുണ്ട്. ഓക്കെ, അതാണ് വേവ് ലെങ്ത് ലാംഡ. സോറി, നെക്സ്റ്റ് വരുന്ന ടേം ആണ് സ്പീഡ് അല്ലേ? സ്പീഡ് എന്ന് പറഞ്ഞ ടേം. സ്പീഡ് ഈസ് ദി ടോട്ടൽ ഡിസ്റ്റൻസ് ട്രാവൽ, എത്ര ഡിസ്റ്റൻസ് പോയോ ഒരു വേവ് ഡിവൈഡഡ് ബൈ ടൈം. ഓക്കെ, അതാണ് നമുക്ക് വിളിക്കാൻ പറ്റുന്നത് സ്പീഡ്. ഒരു സ്പീഡ് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ഒരു വേവ് ഇത്ര ഡിസ്റ്റൻസ് പോയി എന്ന് പറയും. ഓക്കെ, അത് ഡിവൈഡ് ബൈ ടൈം ചെയ്ത് നമുക്ക് എന്ത് കിട്ടും? സ്പീഡ് കിട്ടും. സോ സ്പീഡ് ഈസ് ദ ടോട്ടൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ടൈം. അതിൻ്റെ SI യൂണിറ്റ് വരുന്നത് മീറ്റർ പെർ സെക്കൻഡ്. നമുക്കത് സ്പീഡിനെ ഡിനോട്ട് ചെയ്യുന്നത് V എന്നാണേ. സ്പീഡിനെ V എന്ന് ഡിനോട്ട് ചെയ്യും. അതിൻ്റെ SI യൂണിറ്റ് വരുന്നത് മീറ്റർ പെർ സെക്കൻഡ്. ഈ ഒരു ഇക്വേഷൻ ഓർത്ത് വെക്കുക, ടോട്ടൽ ഡിസ്റ്റൻസ് ബൈ ടൈം. ദെൻ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സ്പീഡ്, വേവ് ലെങ്ത്, ഫ്രീക്വൻസി. ഈ ഒരു സെക്ഷനിൽ ക്വസ്റ്റ്യൻസ്, പ്രോബ്ലം സോൾവിംഗ് ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാം. ഇതിൽ സ്പീഡ് ഈസ് ഈക്വൽ ടു ലാംഡ ഇൻറ്റു എഫ്. ഇതാണ് ഇവർ തമ്മിലുള്ള റിലേഷൻ. അതായത് നമുക്ക് സ്പീഡ് കിട്ടണമെങ്കിൽ തന്നിരിക്കുന്ന വേവ് ലെങ്ത്തും ഫ്രീക്വൻസിയും മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? സ്പീഡ് കിട്ടും. ഓക്കെ, ഇപ്പോൾ ഒരു ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് ഫ്രീക്വൻസിയും തന്നു, സ്പീഡ് തന്നു, എന്നിട്ട് ലാംഡ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ എന്ത് ചെയ്യണം? ഈ ഇക്വേഷനെ അപ്ലൈ ചെയ്യണം. ഇത് ലാംഡ ഈസ് ഈക്വൽ ടു V/F നമുക്ക് എഴുതാം അല്ലേ? ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ ഈ 3 പ്രോപ്പർട്ടീസ് തന്നിട്ട് അതിൽ ഏതെങ്കിലും ഒരു പ്രോപ്പർട്ടി കണ്ടുപിടിക്കാൻ, 2 പ്രോപ്പർട്ടി തന്നിട്ട് ഇതിൽ ഏതെങ്കിലും ഒരു പ്രോപ്പർട്ടി കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഇക്വേഷൻ അപ്ലൈ ചെയ്യും. ഓക്കെ, നെക്സ്റ്റ് നമുക്കൊരു ക്വസ്റ്റ്യൻ എന്നാൽ സോൾവ് ചെയ്ത് നോക്കാം. ഹൗ മെനി ക്രസ്റ്റ് ആർ ദെയർ ഇൻ ദ ഫിഗർ? എത്ര ക്രസ്റ്റ് ഉണ്ടെന്നാണ് ചോദിക്കുന്നത്. ക്രസ്റ്റ് എന്ന് വെച്ചാൽ ഞാൻ അപ്പർ പൊസിഷൻ എന്ന് പറഞ്ഞു. ഇവിടെ 1 കാണാം, ഇവിടെ 2 കാണാം, 3. സോ 3 ക്രസ്റ്റ് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റി. ഹൗ മെനി ട്രഫ്? ഇവിടെ ട്രഫ് എത്ര കാണാൻ പറ്റും? ഇവിടെ 1 കാണാം, 2 കാണാം, 3 കാണാം. 3 ട്രഫ്. വാട്ട് ഈസ് ദ വേവ് ലെങ്ത്? സോ വേവ് ലെങ്ത് ഒന്നെങ്കിൽ നമുക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? 2 ക്രസ്റ്റിൻ്റെ ഇടയിലെ ഡിസ്റ്റൻസ്. സോ നമുക്ക് ഇതിനെന്ത് മാർക്ക് ചെയ്യാം? 1 to 4. അതിൻ്റെ പകുതി എത്ര വരാം? 0 നിന്ന് 4ലേക്ക് 2 ഇവിടെ എഴുതാം. ഇവിടെ എത്ര എഴുതാം? നമുക്ക് 6 എഴുതാം. ഇവിടെ നമുക്ക് എന്ത് എഴുതാം? 10 എഴുതാം. സോ ഇവിടെ 2 to
10 വരെയില്ല, രണ്ട് ക്രസ്റ്റിൻ്റെ ഇടയിലുള്ള ഡിസ്റ്റൻസ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്താൽ 10 - 2 = 8. 8 എന്താണ് മീറ്റേഴ്സിലാണ്, 8 മീറ്റർ. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് ഒരു വേവ് ലെങ്ത്തിന് എടുക്കുന്ന സമയം ഇതാ 0 തുടങ്ങി 4ലേക്ക് പോയി 8ലല്ല അവസാനിക്കുന്നത്. സോ നമുക്ക് എന്ത് പറയാൻ പറ്റും, 8 എന്ന് പറയാൻ പറ്റും. സോ ഒരു ഓസിലേഷൻ എടുക്കുന്ന സമയം അല്ലെങ്കിൽ രണ്ട് ക്രസ്റ്റ് തമ്മിലുള്ള ഡിസ്റ്റൻസ്. ഇനി രണ്ട് ട്രഫ് തമ്മിലുള്ള ഡിസ്റ്റൻസ് നോക്കാം. അപ്പോൾ ഇവിടെ 6 വരുന്നത്, ഇവിടെ എത്ര വരും നമുക്ക് 14 അല്ലേ. മൈനസ് ചെയ്ത് നമുക്ക് എത്ര കിട്ടും 8 മീറ്റേഴ്സ്. ഓക്കെ, ഏത് ഡെഫിനിഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കണ്ടുപിടിക്കാം. ഓക്കെ, അടുത്തൊരു പ്രോബ്ലം സോൾവ് ചെയ്യാം. ഇഫ് ദ ഫ്രീക്വൻസി ഓഫ് എ ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്, ഇവിടെ ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് സ്പെസിഫൈ ചെയ്യുന്നുണ്ട്, travel at a speed of 350 meter per second in the air is 35 hertz. So speed തന്നിട്ടുണ്ട്, speed is equal to 350 meter per second. അതുപോലെ തന്നെ എന്ത് തന്നിട്ടുണ്ട്, ഫ്രീക്വൻസി തന്നിട്ട് ഹെഡ്സ് കണ്ട് നമുക്ക് എന്ത് മനസ്സിലാക്കാം, ഫ്രീക്വൻസി 335 ഹെഡ്സ്. വാട്ട് ഈസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു കോൺസിക്യൂട്ടീവ് കംപ്രഷൻ? ക്വസ്റ്റ്യൻ കണ്ടോ, ഡയറക്റ്റ് ആയിട്ട് നമ്മളോട് ഒന്നും പറഞ്ഞിട്ടില്ല, ഡിഫൈൻ ചെയ്തിട്ട് പറഞ്ഞു. രണ്ട് കോൺസിക്യൂട്ടീവ് കംപ്രഷൻ, ഒരു കംപ്രഷൻ ഇവിടെ ലോഞ്ചിറ്റ്യൂഡിനൽ വേവിൻ്റെ, പിന്നെ ഒരു റെയർ ഫ്രാക്ഷൻ കണ്ടു, പിന്നെ അടുത്ത കംപ്രഷൻ ഇവിടെ കണ്ടു. നമ്മളൊരു ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് ഒരു ട്രാൻസ്വേഴ്സ് വേവിൽ എന്താ പറഞ്ഞത്, രണ്ട് ക്രസ്റ്റിൻ്റെ ഇടയിലുള്ള ഡിസ്റ്റൻസ് നമ്മൾ ലാംഡ എന്ന് ഡിഫൈൻ ചെയ്തല്ലേ. രണ്ട് കോൺസിക്യൂട്ടീവ് ക്രസ്റ്റിൻ്റെ ഇടയിലുള്ള ഡിസ്റ്റൻസിൽ ലാംഡ ഡിഫൈൻ ചെയ്തു. സിമിലർലി ലോഞ്ചിറ്റ്യൂഡിനൽ വേവിൽ രണ്ട് കംപ്രഷൻ്റെ ഇടയിലുള്ള ഡിസ്റ്റൻസോ അല്ലെങ്കിൽ രണ്ട് റെയർ ഫ്രാക്ഷൻ്റെ ഇടയിലുള്ള ഡിസ്റ്റൻസിനോ നമുക്ക് എന്ത് ഡിഫൈൻ ചെയ്യാം, ലാംഡ എന്ന് ഡിഫൈൻ ചെയ്യാം. ഓക്കെ, അപ്പം നമ്മളോട് ഇവിടെ ഇൻഡയറക്ട്ലി കോൺസിക്യൂട്ടീവ് കംപ്രഷൻ, ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു കോൺസിക്യൂട്ടീവ് കംപ്രഷൻ നമ്മളോട് ഇൻഡയറക്ട്ലി എന്താ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്, ലാംഡയാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, രണ്ട് കംപ്രഷൻ്റെ ഇടയിലെ ഡിസ്റ്റൻസ് നമുക്ക് എന്ത് ഡിഫൈൻ ചെയ്യാൻ പറ്റും, ലാംഡ. ഒന്നെങ്കിൽ രണ്ട് ക്രസ്റ്റിൻ്റെ ഇടയിലെ ഡിസ്റ്റൻസിനെ ലാംഡ എന്ന് ഡിഫൈൻ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ രണ്ട് കോൺസിക്യൂട്ടീവ് കംപ്രഷൻ്റെ ഇടയിലെ ഡിസ്റ്റൻസ് അല്ലെങ്കിൽ രണ്ട് കോൺസിക്യൂട്ടീവ് റെയർ ഫ്രാക്ഷൻ ഇടയിലെ ഡിസ്റ്റൻസിനെ നമുക്ക് എന്ത് ഡിഫൈൻ ചെയ്യാൻ പറ്റും, ലാംഡ എന്ന് ഡിഫൈൻ ചെയ്യാൻ പറ്റും. സോ ലാംഡയാണ് കണ്ടുപിടിക്കേണ്ടത്. സോ സ്പീഡും തന്നു, ഫ്രീക്വൻസി തന്നിട്ട് ലാംഡ കണ്ടുപിടിക്കാൻ എന്താ ഇക്വേഷൻ, സ്പീഡ് ഈസ് ഈക്വൽ ടു ലാംഡ ഇൻറ്റു ഫ്രീക്വൻസി. സോ ലാംഡ ഈസ് ഈക്വൽ ടു സ്പീഡ് ബൈ ഫ്രീക്വൻസി, 350 ബൈ 35 10. നമ്മളിവിടെ എന്താ കണ്ടുപിടിച്ചത്, വേവ് ലെങ്ത്. വേവ് ലെങ്ത് ഏതിലാണ് വരാം, മീറ്റർ. ഓക്കെ, 10 മീറ്റേഴ്സ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ, വാട്ട് ഈസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു റെയർ ഫ്രാക്ഷൻ? ഒരു വേവിന് സെയിം വേവ് ലെങ്ത് ആയിരിക്കും ഉണ്ടാവുക. സോ രണ്ട് കംപ്രഷൻ്റെ ഇടയിലെ വേവ് ലെങ്ത് തന്നെ ആയിരിക്കും രണ്ട് റെയർ ഫ്രാക്ഷൻ ഇടയിലെ വേവ് ലെങ്ത്തും. സോ രണ്ട് എന്തായിരിക്കും, 10 മീറ്റർ 10 മീറ്റർ. ഇത് നമ്മളിതിന് സെപ്പറേറ്റ് കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. ഇവിടെ റെയർ ഫ്രാക്ഷനും ഇവിടെ കംപ്രഷനും ഇതേ മാറ്റുള്ളൂ. ഓക്കെ ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ കൂടി. എ സൗണ്ട് വേവ് വിത്ത് ഫ്രീക്വൻസി ഓഫ് 175 ഹെഡ്സ് ഹാവ് എ വേവ് ലെങ്ത് ഓഫ് 2 meters. കാൽക്കുലേറ്റ് ദി സ്പീഡ് ഓഫ് ദി സൗണ്ട്. സോ നമുക്കിവിടെ എന്തൊക്കെ തന്നിട്ടുണ്ട്, ഫ്രീക്വൻസി ഈസ് ഈക്വൽ ടു 175 ഹെഡ്സ് തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ വേവ് ലെങ്ത് ലാംഡ ഈസ് ഈക്വൽ ടു 2 meters തന്നിട്ടുണ്ട്. സ്പീഡ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞു. സോ നമുക്ക് സ്പീഡ് ഈസ് ഈക്വൽ ടു ലാംഡ ഇൻറ്റു ഫ്രീക്വൻസി എന്നറിയാം, 2 meter ഇൻറ്റു 175 ഹെഡ്സ്. സോ വി ഈസ് ഈക്വൽ ടു 175 ഇൻറ്റു 2 എത്ര വരാം, 350. ഓക്കെ, നമുക്ക് സ്പീഡിൻ്റെ യൂണിറ്റ് എന്താണെന്നറിയാം, മീറ്റർ പെർ സെക്കൻഡ്. സോ നിങ്ങൾക്ക് ഇവിടെ മീറ്റർ ഇവിടെ ഹെഡ്സ് ആണ്, അതെങ്ങനെ മീറ്റർ പെർ സെക്കൻഡ് ആയെന്ന് മനസ്സിലായോ? മീറ്ററും ഹെഡ്സാണ് നമുക്ക് ഇവിടെ മേലെ കാണാൻ പറ്റുന്ന യൂണിറ്റ്സ് അല്ലേ. അതെങ്ങനെയാണ് മീറ്റർ പെർ സെക്കൻഡ് ആയി മാറിയത്? നമുക്കറിയാം ഹെഡ്സ് എന്ന് പറയുന്നത് ആര് ഇക്വേഷനാ, ഫ്രീക്വൻസി. ഫ്രീക്വൻസി എന്ന് വെച്ചാൽ നമുക്ക് എന്തായിട്ട് എഴുതാം, 1/പീരീഡ്, അതായത് 1/സെക്കൻഡ്. സോ മീറ്റർ ഇൻറ്റു 1/സെക്കൻഡ്, ദാറ്റ് ഈസ് മീറ്റർ പെർ സെക്കൻഡ്. സോ നിങ്ങൾ ഇത് കൺഫ്യൂഷൻ അടിക്കേണ്ട ആവശ്യമില്ല. പിന്നെ സ്പീഡിൻ്റെ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് ആണെന്ന് ഓർത്ത് വെച്ചാൽ മതി. സോ ഇന്നത്തെ ക്ലാസ് നമുക്ക് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാം കേട്ടോ. സോ നമ്മൾ ഓൾമോസ്റ്റ്
എല്ലാ കാര്യങ്ങളും ഡിസ്കസ് ചെയ്തു. ആംപ്ലിറ്റ്യൂഡ്, ഫ്രീക്വൻസി, പീരീഡ്, വേവ് ലെങ്ത്, സ്പീഡ്. ഇനി കുറച്ച് പ്രോബ്ലംസ് സോൾവ് ചെയ്താൽ പിന്നെ ഇത് പെർഫെക്റ്റ് ആവും. സോ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം.